Very good evening to everybody. எல்லோருக்கும் வணக்கம். ரொம்ப நாளுக்கு அப்புறம் தான் ஒரு லைவ்ல வருது. ಸ್ನೇಹಿತರೆ ನಮಸ್ಕಾರ. नमस्कार दोस्तों, सत श्री अकाल. very good evening. I think കുറച്ച് ആളുകളെ ജോയിൻ ചെയ്തിട്ടുള്ളൂ ബിക്കോസ് നമ്മള് ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. കാരണം എനിക്ക് ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു ലൈവിൽ വന്നത്. ഐ തിങ്ക് ഒരു കുറച്ച് നാളായി ഒരു ലൈവിൽ വന്ന ഒരു എക്സൈറ്റിംഗ് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഓൾ ഇന്ത്യ നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റിന്റെ പീക്കിലേക്ക് ആളുകൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം. அது കുറച്ചും കൂടി ക്രൗഡ് എല്ലാം വന്ന് എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് எல்லாரும் வந்ததுக்கு அப்புறம் நான் சொல்றேன் உங்ககிட்ட. பிகாஸ் இன்னைக்கு வந்து க்ளோசிங் ஒரு பீக்ல இருக்கும். நாளைக்கு க்ளோசிங் டே. அது வந்து கொஞ்சம் கிராண்டா பண்ணணும்னு நினைச்சு நிறைய மக்கள் வந்து இன்னைக்கு ஃபீல்டில் இருக்கும். ஆல் த டிஸ்ட்ரிபியூட்டர்ஸ், ஆல் த லீடர்ஸ். ஸோ டெஃபினெட்லி அவரெல்லாம் வந்து ஒரு 10 மினிட்ஸுக்குள்ள ஜாயின் பண்ணும். அது வரைக்கும் நீங்க வந்து என்கிட்ட ஒரு 5 மினிட் நீங்க கேஷுவலா இருக்கணும். ஸோ ரைட், இதுக்குள்ளே வந்த மக்கள் யாராவது இருந்தால் நீங்க ஜஸ்ட் ஏதோ ஒரு கமெண்ட் பண்ணா எனக்கு അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, ഒരു വൈബും ഒരു എനർജിയും കിടക്കും. யாரோ ഒരു ജസ്റ്റ് ഒരു ഹായ് சொன்னா எனக்கு അതിന്റെ ക്ലാരിറ്റി വരും. സോ താങ്ക് യു. റൈറ്റ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു 5 മിനിറ്റ് നമ്മുടെ ആളുകൾ എല്ലാവരും വരുന്നതിന്റെ മുന്നേ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ്. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോ മൈ ക്വസ്റ്റ്യൻ ഇന്ന് ഡെഫിനറ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലൊരു മെയിൻ ഒരു പോയിന്റ്, ഇതിലെ ഇൻഡസ്വാ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നോർമൽ പീപ്പിളും ഉണ്ടാവും ഒത്തിരി പേര്. ഈ 5 മിനിറ്റ്സിന്റെ ഉള്ളിൽ ഇവരെല്ലാം ഒന്ന് ജോയിൻ ചെയ്യാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കുന്നത് വരെ എന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട്. ഞാൻ ഈ കമ്പനിയിൽ ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ ഐക്കൺ എന്ന് പറയുന്ന നമ്മുടെ ഐക്കൺ ഓഫ് ദ ഇയർ ഫസ്റ്റ് ടൈം വിദേശത്ത് വെച്ച് കിട്ടിയത് എനിക്കാണ്. അത് ഏത് വർഷമാണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ, ഇപ്പൊ അറൌണ്ട് 30 പീപ്പിൾ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അറിയുന്ന ആളുകൾ ഇതിലുണ്ടെങ്കിൽ ആ വർഷം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാമോ എനിക്ക്? ഇതിൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എന്റെ കൂടെ ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ இதுக்குள்ள இருக்கா இல்லையா அப்படியெல்லாம் நமக்கு தெரியும். சோ எந்த வருஷம் எனக்கு வந்து ஐக்கன் ஆஃப் த இயர் இண்டஸ்வா கம்பெனில ஃபர்ஸ்ட் கிடைச்சிருக்கு? அது தெரிஞ்ச மக்கள் வந்து மெசேஜ் நீங்க அனுப்பிச்சு விடுங்க, பாப்போம் எத்தனை பேருக்கெல்லாம் ஞாபகம் இருக்கு. என்னோட லாஸ்ட் 10-12 வருஷத்தோட எஃபர்ட் உங்களுக்கு ஞாபகம் இருக்கா இல்லையா, அது நமக்கு வந்து செக் பண்ணலாம். ரைட், அதே மாதிரி எனக்கு கேட்க வேண்டிய ஒரு விஷயம், மேபி ரீசன்லி ஜாயின் பண்ண மக்கள் இதுல நிறைய பேர் இருக்கும், நிறைய பீப்புள் இருக்கும் இதுல. ரீசன்லி மேபி 1 இயர் or 2 இயர் அவரெல்லாம் வந்து ரொம்ப எக்ஸைட்டடா இருக்கு இப்போ. ஆனா உங்களுக்கு ஒரு 10 இயர்ஸ் பேக் ஸ்டோரி ஒண்ணுமே தெரியாது. மை கொஸ்டின், இப்போ நான் உங்ககிட்ட கேட்கிற ஒரு கேள்வி, இதுல ரீசன்லி லாஸ்ட் 3 இயர்ஸ்ல ஜாயின் பண்ண நியூ பீப்புள் வந்து ഇൻഡസ് വിവ സ്റ്റാർട്ട് பண்ண വർഷം ഏത് വർഷത്തിലാണ്, ഏത് മാസത്തിലാണ്, ഈവൻ ഏത് ഡേറ്റിലാണെന്ന് അറിയാവുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു ജസ്റ്റ്, നമ്മൾ ആളുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്യുന്നത് വരെ വെറുതെ കാഷ്വൽ ആയിട്ടൊരു 5 മിനിറ്റ്സ് മിണ്ടാതിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഇൻഡസ് സ്റ്റാർട്ട് ചെയ്ത വർഷം ഇല്ലെങ്കിൽ അതിന്റെ ഡേറ്റ് അറിയാവുന്ന ആളുകൾ എനിക്കൊന്ന് കമന്റ് ചെയ്യൂ, ഞാനൊന്ന് കാണട്ടെ. എത്ര പേര് വിവാ ബിസിനസിന്റെ ഉള്ളിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണോ, അതോ വിവാ ബിസിനസ് നിങ്ങളുടെ ഉള്ളിലുണ്ടോ എന്നുള്ളത് ഇവിടെ നമുക്കറിയാൻ പറ്റും. എക്സാക്ട് ഡേറ്റ് ഒക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് സെൻഡ് യുവർ മെസ്സേജ്. ഐ തിങ്ക് വന്ന ആളുകളെല്ലാം ആക്റ്റീവ് ആയിരിക്കുന്നു. സോ യു ജസ്റ്റ് സെൻഡ് 1 മെസ്സേജ് ടു യുവർ ഗ്രൂപ്പ്. ഓൾ പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള പോയിന്റ് ഞാൻ ഉങ്ങൾക്കിட்ட சொல்றேன். അതൊരു ഭയങ്കരமான മോട്ടിവേഷനാണ് ഒരു പോയിന്റ് ഇതാ. அப்போ அதுல வந்து உங்களுடைய டீம்மேட்ஸ் எல்லாம் லைவா கேட்டால் அது கொஞ்சம் கூடி நல்லா இருக்கும். அது கிளாஸா இருக்கும். சோ உங்களோட மெசேஜ் வந்து குரூப்ல எல்லாம் அனுப்பிச்சு விடுங்க. லைவ் ப்ரோக்ராம் நடந்துட்டு இருக்கு, நீங்க எல்லாரும் ஜாயின் பண்ணணும். ஜஸ்ட் 30 மினிட்ஸ், தட்ஸ் ஆல். ஆல்ரைட்,
அப்புறம் எனக்கு லாஸ்ட் கொஸ்டின் உங்ககிட்ட கேட்க வேண்டிய ஒரு பாயிண்ட் இது. பீப்புள் எல்லாம் வந்தாச்சு, எனக்கு பேச வேண்டிய மக்கள் எல்லாம் இதுல ஜாயின் பண்ணிருக்கு, அதனால நான் பேச போறேன். அதுக்கு முன்னாடி ஒரு கொஸ்டின் கூட நீங்க எனக்கு மெசேஜ் எழுதணும், இதுல டைப் பண்ணணும். நீங்க இண்டஸ்வார்டு ஃபர்ஸ்ட் பிளாக் டைமண்ட் அம்பாசிடர் அப்படிங்கிறது நான் தான் டச் பண்ணது. ஃபர்ஸ்ட் பிளாக் நான் ஃபர்ஸ்ட் பிளாக் டைமண்ட் அம்பாசிடர் டச் பண்ண வருஷம் ஞாபகம் இருக்கிற மக்கள் இருக்கா இதுல? എന്ത് വർഷത്തിൽ ഏത് വർഷത്തിലാണ് ഞാൻ ഇൻഡസ്വാ കമ്പനിയുടെ ഫസ്റ്റ് ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ റാങ്കിലേക്ക് കയറിയത് എന്നുള്ളത് അറിയുന്ന ആളുകളും എനിക്ക് ഇതിലൊന്ന് മെസ്സേജ് നിങ്ങൾ ടൈപ്പ് ചെയ്യൂ, ഒന്ന് കാണട്ടെ. റൈറ്റ്, ഓൾ റൈറ്റ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ മക്കളും ഒരുവിധം ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിനുശേഷം ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ആളുകളോട് ഒരു ഡിസ്കഷൻ നിങ്ങളോടുണ്ടെന്ന് വെച്ചാൽ, പല ആളുകളും ഒരുപാട് എക്സ്പെക്ടേഷനിലായിരിക്കും. എന്താണ് സാർ പുതിയ അനൗൺസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഹൈദരാബാദ് ഉണ്ടായിരുന്നു. ഐ വാസ് ഇൻ ഹൈദരാബാദ്. அங்க நிறைய மக்களை நான் மீட் பண்ணியாச்சு. அதுக்கப்புறம் நான் இங்கே டிராவல் பண்ணும்போதும் நிறைய பீப்புள் எனக்கு பர்சனல் கால் வந்திருக்கு, பர்சனலி நான் மீட் பண்ணிருக்கு. இவரெல்லாம் சொல்ற ஒரே ஒரு விஷயம், சுஜிபாய் ரியலி ரியலி ஹாப்பி, ரியலி ரியலி எக்ஸைட்டிங். பிகாஸ் என்ன விஷயம்னு சொன்னா, திஸ் டைம் டவுன் ஹால் 2025 தாய்லாந்திലേക്ക് ഫ്ലൈ பண்ண போற மக்களோட கவுண்ட் நீங்க கேட்டா நீங்க ஷோக்கா இருக்கும். அதாவது எத்தனையோ பேர் இன்னைக்கு சோசியல் மீடியால எல்லாம் பார்த்திருக்கு. 1800 people are flying to Thailand next week. My dear friends, just imagine பண்ணுங்க, 1800 പേരെ ഈ തവണ വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കമ്പനി. ഫസ്റ്റ് ഇയർ ആണെങ്കിൽ നമുക്ക് അതിശയിക്കേണ്ട, കാരണം ഒരു കമ്പനിയുടെ ലോഞ്ചിങ്ങിൽ ഉണ്ടാവുന്ന എനർജിയാണ്, എക്സൈറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ അടുത്ത 5 വർഷത്തിലാണെന്ന് പറയാം. ആണാ ആഫ്റ്റർ 11 ഇയേഴ്സ് 12th ഇയർ റണ്ണിങ്, ഞാനും ഈ കമ്പനിയിലെ ഇത് എന്നോട് 12ാമത് വർഷം, 12 ഇയർ. അതിലെ 1800 പേര് എബ്രോഡ് പോക പോറേன்னு சொன்னா, அது ரியலி 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 மோட்டிவேட்டிங் மை டிஃபரன்ஸ். நான் பயங்கர எக்ஸைட்டடா, எங்க போனாலும் பீப்புள், சாதாரண மக்கள் கை கொடுக்கிறது, சாதாரண மக்கள் பயங்கரமா என்ன சொல்றது, அவரோட சந்தோஷம் அவருக்கு പങ്കു വെക്കാൻ തീരുന്നില്ല. പറഞ്ഞിട്ടും ആളുകൾക്ക് തീരുന്നില്ല. അത്രയും വലിയൊരു ഒരു മോട്ടിവേഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ എനിക്ക് തോന്നി എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ എന്റെ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ പാൻ ഇന്ത്യ, അക്രോസ് ഇന്ത്യ, ഓൾ മൈ വിവ ഫാമിലി മെമ്പേഴ്സ്, everybody is watching my updates, my Facebook page, my Instagram. People are giving the love. Really they are sending message, personal message. அப்படிங்கிற ஆல் இந்தியாவிலே என்னோட ஒரு கூட்டம் இருக்கு, எனக்காக ஒரு கூட்டம் இருக்கு இந்த உலகத்துல. அவர்கிட்ட எல்லாம் என்னோட சந்தோஷம் நான் உங்ககிட்ட ஷேர் பண்ணணும்னு நினைச்சுதான் நான் இன்னைக்கு லைவ்ல வந்தது. சோ மை டியர் ஃப்ரெண்ட்ஸ், நீங்களும் எல்லார்கிட்ட சொல்ல வேண்டிய ஒரு பாயிண்ட், 1800 பேரு நெக்ஸ்ட் வீக்ல ஃப்ளை பண்ண போறேன் தாய்லாந்து. அது ஒரு சாதாரண விஷயம் கிடையாது, ஒரு சாதாரண விஷயம் கிடையாது. அதுல உங்களோட டீம்மேட்ஸ் இருக்கும், உங்களோட ஃபேமிலி மெம்பர்ஸ் இருக்கும், உங்களோட அப்ளைன்ஸ் இருக்கும், யாரோ இருக்கும். சோ அது இந்தியாவிலே 15 ஏர்போர்ட்டிலிருந்து 15 ஏர்போர்ட்டிலிருந்து 1800 பேர் ஃப்ளை பண்ணணும்னா நீங்க ஜஸ்ட் இமேஜின் பண்ணுங்க. அந்த ட்ரிப் ஜஸ்ட் ஒன்னு இமேஜின் பண்ணுங்க. 1800 பேரு தாய்லாந்துல இறங்கும் போது, ஈவன் சுவர்ணபூமி இன்டர்நேஷனல் ஏர்போர்ட்ல நீங்க இறங்கியாலும், எனி ஏர்போர்ட் நீங்க லேண்ட் பண்ணாலும், ஜஸ்ட் இமேஜின் பண்ணுங்க, அங்க இருந்து உங்களை கொண்டு போகும்போது இருக்கிற மொமெண்ட்ஸ். എനിവേ ഒരു ബസ്സിലെ എത്ര പേര് இருக்க முடியும்? ഒരു 50 പേരെ ആയിരിക്കും മാക്സിമം ഒരു ബസ്സിൽ കൊണ്ടുവരാൻ പോകുന്നത്. 50 പേരെന്ന് പറയുമ്പോൾ 1800 പേർക്ക് എത്ര ബസ് ഉണ്ടാവും എയർപോർട്ടിൽ? ഇതെല്ലാം ട്രാവൽ ചെയ്ത് അവിടെ വന്ന് ഈ തവണ 2025 ടൗൺ ഹാൾ, നമ്മുടെ കമ്പനി തുടങ്ങിയ വർഷം നമ്മൾ എല്ലാ വർഷത്തിലും സെലിബ്രേറ്റ് ചെയ്യുന്നത് എബ്രോഡാണ്. ഈ വർഷത്തിൽ 1800 പേരുടെ ഒരു ഈവന്റ് തായ്ലൻഡിൽ നടക്കുമ്പോൾ ഞാനതിന്റെ ഭാഗമാണ്. ഞാൻ നിങ്ങൾ വരുന്നതിന്റെ മുന്നേ അവിടെ എത്തും, നിങ്ങളെല്ലാം റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഉണ്ടാവും. സോ
അത്രയും വലിയൊരു ഈവന്റ് അവിടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഒരു 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 സാധാരണ വിഷയമല്ല. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്താൽ അറിയാം, നമ്മള് ഒരു 3 months ബാക്ക് നമ്മള് സിഗ്നേച്ചർ അറ്റ് 10 നമ്മൾ കണ്ടക്ട് ചെയ്തത് എങ്ങനെയുണ്ടായിരുന്നു. സിഗ്നേച്ചർ അറ്റ് 10 തൃശ്ശൂർ 1800 പേരെ കൂട്ടി നമ്മളൊരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയിൽ ഒരു പ്രോഗ്രാം ചെയ്തപ്പോഴേക്കും അതിനുണ്ടായ ഇമ്പാക്ട് എന്റെ യൂട്യൂബ് ചാനലിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാം. സിഗ്നേച്ചർ അറ്റ് 10 പ്രോഗ്രാം, അതിന്റെ ഒരു സ്റ്റൈലും അതിന്റെ ഒരു സ്റ്റാൻഡേർഡും ആളുകൾക്ക് ഇപ്പോഴും ഓർത്താൽ അതിന്റെ ഒരു ഗൂസ് ബംസ് ആണ്. ദെൻ തിങ്ക് അബൌട്ട് 1800 people are flying to Thailand. We are going to conduct such a fantastic event. അത് ഒരു എന്താ പറയാ, അതിന്റെ മ്യൂസിക് സിസ്റ്റം ആണെങ്കിലും അല്ലെങ്കിൽ ഹോൾ ആണെങ്കിലും അതിന്റെ സ്റ്റൈലും സ്റ്റാൻഡേർഡും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. സോ അതൊരു സാധാരണ വിഷയമല്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ എക്സൈറ്റ്മെന്റ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ വന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഒരു ട്രൂ വിവൈറ്റ്സ് ആണെങ്കിൽ, നിങ്ങളൊരു വിവ മെമ്പർ ആണെങ്കിൽ, നിങ്ങൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ പാസ് ചെയ്യണം. ഈവൻ യു ആർ നോട്ട് എ വിവൈറ്റ്, യു ആർ എ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡർ, എ ട്രൂ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡർ. ഈ ഇண்டസ്ട്രിയെ അவ்வளோ நேசிக்கிற எனி பர்சன் ஆனாலும் என்னோட ഈ വാർത്തകൾ நீங்க கேட்டா கண்டிப்பா நீங்க சொல்லணும், ஒரு கம்பெனியில இருந்து 1800 பேரு ஃப்ளை பண்ண போறேன் நெக்ஸ்ட் வீக்ல அப்படி நீங்க சொல்லணும் மக்கள் கிட்ட. ஏன்னா எனக்கு தெரிஞ்சு കേരളത്തിൽ 1800 പേരെ എബ്രോഡ് കൊണ്ടുപോകുന്ന ഒരു കമ്പനി എനിക്കറിയില്ല. ഈ ബിസിനസ്സിൽ ഞാൻ ഏകദേശം ദിസ് ഇസ് മൈ 12th ഇയർ. എന്റെ 11 വർഷം കംപ്ലീറ്റ് ചെയ്ത് 12ാമത് വർഷത്തിലേക്ക് പോകുമ്പോൾ 1800 പേരെ വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കമ്പനി കേരളത്തിൽ എനിക്കറിയില്ല. പറയുന്നതല്ലാതെ ഒരാൾ ഫ്ലൈ ചെയ്തതായിട്ടും ഞാൻ കണ്ടിട്ടില്ല, കാണുന്നുമില്ല. സോ ദ വൺ ആൻഡ് ഓൺലി കമ്പനി. ഈവൻ തമിഴ്നാടു, ഐ ഹാവ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. தமிழ்நாடு நான் எத்தனையோ வருஷமா ஒர்க் பண்ணிருக்கேன். எனக்கு நிறைய மக்கள் என் கூட இருக்கு. இப்பவும் அவ்வளோ பேஷனேட்டா பண்ற மக்கள் இருக்கு. ரீசன்ட்லி தமிழ்நாடுல எனக்கு 2 டைமண்ட்ஸ் வந்திருந்தது என்னோட LOSல. சோ இங்கெல்லாம் நான் டிராவல் பண்ணும்போதும் 1800 பேரை கொண்டு போற ஒரு நெட்வொர்க் மார்க்கெட்டிங் கம்பெனி தமிழ்நாட்டில் இப்ப இருக்கா இல்லைன்னா ரீசன்ட்லி அவர் போயிருக்கா, 1 இயருக்கு முன்னாடி போயிருக்கான்னு கேட்டா அப்படின்னு சொல்றதுக்கு ஒண்ணுமே இல்லை. ஈவன் கர்நாடகா, ஐ கேன் ப்ரௌட்லி சே I have a wonderful organization in Karnataka. I am expecting another 3 months I am going to produce one more diamond in Karnataka market in my birth ID. Openly I am saying no company 1800 പേരെ വിദേശത്തേക്ക് കൊണ്ടുപോയ ഒരു കമ്പനി കഴിഞ്ഞ ഒരു വർഷമായിട്ടോ അല്ലെങ്കിൽ റീസെന്റ്ലി ഇല്ലെങ്കിൽ അടുത്ത മാസം പോകുന്നു அப்படிங்கிற ഒരു കമ്പനി ഇല്ലേ. Even Andhra, Telangana also, I have a very good organization. 1800 people last year കൊണ്ടുപോയ ഒരു കമ്പനിയിൽ എല്ലാ കമ്പനീസും சொல்றது 100 or 150 people or 200 people in 70 people. കേരളത്തിൽ നിന്ന് റീസെന്റ് പോയ ഒരു കമ്പനി ഞാൻ നോക്കുമ്പോൾ 70 people അങ്ങനെയൊക്കെ ഉള്ളൂ. 1800 people means it's a big game, my dear friends. அது ஒரு சாதாரண, இப்ப நம்ம தாய்லாந்துல போறதுன்னு சொல்லும் போது ஒரு சாதாரண ட்ரிப் மாதிரி அல்ல நம்ம கம்பெனி எல்லாம் போறது. உங்களுக்கே தெரியும், வந்த மக்களுக்கு தெரியும் எத்தனையோ. திஸ் இஸ் மை 19th தாய்லாந்து விசிட். ഓരോ ട്രിപ്പിലും உங்களுக்கு தெரியும் ഒരു സാധാരണ ട്രിപ്പ് അല്ല നമ്മൾ കൊടുക്കുന്നത്, റിയൽ 5 സ്റ്റാർ ഫെസിലിറ്റി. நம்ம கம்பெனியோட டாக் லைனே ரியல் 5, the one and only 5 star opportunity in India அப்படி சொல்ற அதே ஸ்டைலில் தான் அங்க 5 star accommodation with family people. എവിടെ പോവാനും നിങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോ ഒരു നോർമലി എബ്രോഡ് പോയ മാതിരി അല്ല ഇത്. ഒരു 5 star ഫെസിലിറ്റിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഒരു സ്കെയിൽ ഡിഫറെന്റ് സ്കെയിലാണ്. then think about 1800 into കാൽക്കുലേഷൻ நீங்களே பிளான் பண்ணுங்க. ஹஸ்பண்ட் ஒய்ஃப் அங்க போய் ஒரு ദിവസം സ്റ്റേ பண்ணணும், இல்ல 2 நாள் 3 நாள் 4 days എല്ലാം ആവുമ്പോൾ അതിന്റെ കാൽക്കുലേഷൻ എടുത്ത് into 1800. ഇറ്റ്സ് എ ബിഗ് ഗെയിം, ബിഗ് സ്കെയിൽ. நிறைய மக்கள், ചില ആളുകൾ ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട്, ഓ എന്തിനാ മിസ്റ്റർ സുജിത് ഖാൻ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇത്രയും പറയുന്നതിന് റീസൺ ഉണ്ട്. കാരണം എന്നോട് ഒരു പേഴ്സണലി കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നോട് പറഞ്ഞതാണ്, സുജി ഞാനൊരു ഹൗസ് വൈഫാണ്, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു വിദേശ രാജ്യത്ത് പോകുമെന്നുള്ളത്. എനിക്ക് ഒരു പാസ്പോർട്ട് എടുക്കേണ്ട ആവശ്യം വരുമെന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് പാസ്പോർട്ട് എടുത്തു. ഞാനും എന്റെ ഹസ്ബൻഡും ആദ്യമായിട്ട്
കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായി ആദ്യമായി ഞങ്ങൾ ഒരുമിച്ച് ഫ്ലൈ ചെയ്യുന്നു ഈ ബിസിനസ്സിലൂടെ. ആഴ്ചയിൽ ഇത്രയധികം വരുമാനം ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും മോട്ടിവേഷൻ ആയിരുന്നു എനിക്കത് കേട്ടപ്പോൾ. വെരി 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 എക്സൈറ്റഡ്, വെരി വെരി എക്സൈറ്റഡ്. ഈ 1800 പേരിൽ അറൌണ്ട് 1000 പീപ്പിൾ വന്ന് പുതുസാ പാസ്പോർട്ട് എടുത്ത മക്കൾ. that is really interesting. நான் கம்பெனியில செக் பண்ணும்போது 1800 പേര് ഫ്ലൈ പண்றதுன்னு சொல்லும்போது അതില് 1000 പേര് ആദ്യമായിട്ട് പാസ്പോർട്ട് എടുത്ത ആളുകളാണ് പോകുന്നത്. സോ ശരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ലേ ആ ഒരു കാര്യങ്ങളെല്ലാം? അതേപോലെ തന്നെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു കഴിഞ്ഞ ദിവസം. അവര് சொல்றது റിട്ടയർമെന്റ്, അതായത് 35 years ഒരു കമ്പനിയിലെ വർക്ക് പണി റിട്ടയർഡ് ആയ ഒരാള് ഒരു വാട്ടി കൂടി അവര് ഊട്ടി പാത്തിருக்கு, அதே மாதிரி நம்ம பக்கத்தில் இருக்கிற வண்டர்ல பார்த்திருக்கு. 35 years ഒരു എംപ്ലോയി ആയി റിട്ടയർഡ് ആയ ഒരാൾ ഇതുവരെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് കണ്ടിട്ടില്ല. ആ മനുഷ്യൻ ഈ ബിസിനസ്സിലേക്ക് ഏറി വന്നதுக்கு அப்புறம் அவரும் அவரோட வைஃபும் சேர்ந்து இப்ப ஃபர்ஸ்ட் டைம் ரியலி இன்ட்ரெஸ்டிங். நோ, அதே மாதிரி எத்தனையோ ஸ்டூடெண்ட் டிகிரி செகண்ட் இயர்ல படிக்கிற என்னோட எமில் பென்சன் எல்லாம் வந்து ஃபர்ஸ்ட் டைம் இன்டர்நேஷனல் ட்ரிப் போறது அட் த ஏஜ் ஆஃப் 19 வயசுல. விவசாயம் பண்ற எத்தனையோ மக்கள் தமிழ்நாட்டில் இருக்கு. எனக்கு தெரியும் தஞ்சாவூர் மாவட்டத்திலிருந்தும் இல்லைன்னா திண்டுக்கல் மாவட்டத்திலிருந்தும் எத்தனையோ மக்கள் இந்த வாட்டி அப்ரோடு வர போறது. அவரெல்லாம் விவசாய குடும்பத்தில் இருக்கு. லைஃப்ல நினைக்கவே இல்லை, எதிர்பார்க்கவே இல்லை இந்த வாட்டி இந்த மாதிரி எல்லாம் ஒரு ட்ரிப்பு போகணும். அவரெல்லாம் வந்து ட்ரிச்சியிலிருந்து அந்த பிளைட் மொத்தமா வந்து விவேட்ஸ் மட்டும்தான் இருக்கும். அந்த பிளைட் மொத்தமா விவேட்ஸ் இருக்கும். நீங்க இறங்கும் போது நானும் அங்க இருக்கும். So my dear friends, count your blessings. எவ்வளோ நீங்க ஜஸ்ட் இமேஜின் பண்ணி எது நினைச்சு நீங்க இந்த பிசினஸ்ல வந்தது? ആക്ച്വലി ജസ്റ്റ് 4 പൊരുൾ വാങ്ങിയിരിക്കും. 4 പ്രോഡക്റ്റിന് ഇവിടെ ആകെ വരുന്നത് 10,400 rupees. ഗംഭീരമായ പ്രോഡക്റ്റ് നിങ്ങളെ കയ്യിൽ കൊടുക്കുന്നു. കൊടുത്ത കാശിന് തത്തുല്യമായ പ്രോഡക്റ്റ് നിങ്ങളെ കയ്യിലേക്ക് കിട്ടിയതിനു ശേഷം നോ ഇൻവെസ്റ്റ്മെന്റ്. ബട്ട് ഞാൻ പറയുന്നു, ആ 10,000 രൂപ കൊണ്ട് ഇൻഡസ്ട്രിയിൽ ഏകദേശം 12 വിദേശ രാജ്യങ്ങൾ ട്രാവൽ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇവിടെ റൂബി റാങ്കിൽ വന്നാലും പേൾ എക്സിക്യൂട്ടീവ് ആണെങ്കിലും എമറാൾഡിലാണെങ്കിലും ஒவ்வொரு റാങ്കും நீங்க ஏறும்போது உங்களுக்கு ஒரு ட்ரிப் கிடைக்கும்னு சொன்னா that is really really amazing my dear friends. ഞാൻ 11 years ബാക്ക് ആണ് ഈ ബിസിനസ്സിലേക്ക് കയറി വരുന്നത്. ദിസ് ഇസ് മൈ 12th year. ഫസ്റ്റ് വരുമ്പോൾ ഒരു 100 PV 4 പൊരുൾ വാങ്ങി വന്ന് ഇന്ന് എന്റെ ആദ്യത്തെ പാസ്പോർട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് പാസ്പോർട്ട് ജംബോ എടുത്തു. അതിന്റെ 75% സീലും കംപ്ലീറ്റ് ചെയ്തു ത്രൂ ദിസ് ബിസിനസ്. അപ്പൊ ശരിക്കും 10,000 rupees 10,400 rupeesന് 4 പ്രോഡക്റ്റ് അല്ല നിങ്ങൾ മേടിക്കുന്നത്. ഇത്ര വിദേശ രാജ്യങ്ങൾ പോയി സുറ്റി പാക്കുന്നതുക്കാണ് ഒരു ഓപ്പർച്യൂണിറ്റി தான் உங்களுடைய கையில கிடைக்கிறது. அது போன மக்கள் எப்படின்னு நீங்க அவரோட பாதை நீங்க பின்தொடர்ந்தால் டெஃபினெட்லி உங்களுக்கு எல்லோருக்கும் போகலாம். சோ நிறைய விஷயங்கள் இருக்கு. ஐ வாண்ட் டு தேங்க் அவர் விவா மேனேஜ்மெண்ட். இவ்வளோ சாதாரண மக்களோட ட்ரீம்ஸ் எல்லாம் ഫുൾഫിൽ பண்ணி സാധാരണ മക്കൾക്ക് ഇവളോ പെരിയ കനവെല്ലാം അച്ചീവ് பண்ணி കൊടുത്ത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളല്ലേ അവർ പൂവണിയിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു വിഷയമല്ല, ഭയങ്കര ബ്ലെസ്സിങ്സ് ആണത്. 1ഉം 2ഉം വ്യക്തികളല്ല, ആയിരക്കണക്കിന് ആളുകൾ. സോ പോകുന്ന ആളുകളും പോകാത്ത ആളുകളെല്ലാം ഇനി അടുത്ത ട്രിപ്പ് നിങ്ങളുടെ ചാൻസ് ആണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അതിന്റെ ആ ഒരു എനർജി നിങ്ങൾ ശരിക്കും നെക്സ്റ്റ് വീക്ക് നിങ്ങൾ കംപ്ലീറ്റ് കൊണ്ടാടണം. എ സ്പെഷ്യൽ താങ്ക്സ് ടു CA അൻസാർ സർ, ഞങ്ങളുടെ ചെയർമാന് ഒരു നന്ദി. കാരണം ഈ ഒരു പ്ലാനിന്റെ ഭാഗമല്ലാതെ സ്പെഷ്യലി ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു ട്രിപ്പ് എല്ലാം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്സ്, ബിഗ് ഗെയിം. ഒരു 65,000 rupees ഇൻറ്റു 1,800 കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കറിയാം എത്ര കോടി അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കണം എന്നുള്ളത്. റിയലി 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 അപ്രീഷിയേറ്റ് സർ. സെയിം ടൈം അവർ CEO അഡ്വക്കേറ്റ് അഭിലാഷ് തോമസ് മാർക്കറ്റിൽ ഓരോ സ്റ്റേറ്റിലും കിടന്ന് അദ്ദേഹം എങ്ങനെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് ആ മാർക്കറ്റിൽ നിന്നെല്ലാം ജനങ്ങൾ ഇപ്രാവശ്യം വരുന്നുണ്ട്. താങ്ക് യു വെരി മച്ച് സർ ആൻഡ് ഓൾ ദ വിവ മാനേജ്മെന്റ്. സോ ഈ ഒരു കമ്പനിയുടെ ഒരു പ്രത്യേകത ആളുകൾ ഇപ്പൊ മനസ്സിലാക്കി വരുന്നു. ബിക്കോസ് ആഫ്റ്റർ 10 years, ആഫ്റ്റർ 11 years എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു തരംഗം, അല്ലെങ്കിൽ 12 വർഷങ്ങൾക്ക് ശേഷം 12 വർഷമായപ്പോഴേക്കും ഇങ്ങനെ ഇത്രയും ആയിരക്കണക്കിന് ആളുകളെല്ലാം വിദേശത്ത് കൊണ്ടുപോകാൻ കമ്പനിക്ക് സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അതിനേക്കാട്ടിലും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ് ഈ 11 വർഷം കൊണ്ട് 1000 കോടി പേ ഔട്ട് കൊടുത്ത ദ വൺ ആൻഡ് ഓൺലി കമ്പനി, വൺ ആൻഡ് ഓൺലി ബൈനറി കമ്പനി. ഈ സമയം കൊണ്ട് 1000 കോടി പേ ഔട്ട് കൊടുത്ത കമ്പനി ഒഫീഷ്യലി അനൗൺസ് ചെയ്തു. നിങ്ങളിരിക്കുന്ന കമ്പനിയുടെ ഒരു പ്രൊഫൈൽ ജസ്റ്റ് ഇമാജിൻ ചെയ്യൂ എന്താണെന്നുള്ളത്. ഓൺ പ്രൊഡക്റ്റ്, ഓൺ മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ്, നമ്മുടെ സ്വന്തം. ഈവൻ ദ ഇൻഗ്രീഡിയന്റ് ഓൾസോ ഓൺ ഇൻഗ്രീഡിയൻസ്, സ്വന്തമായി ഇൻഗ്രീഡിയന്റ് ഉണ്ടാക്കി സ്വന്തമായി മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും പേറ്റന്റ് ചെയ്തിട്ടുള്ള, മൊണോപ്പൊളി ആയിട്ടുള്ള, റെയർ ആയിട്ടുള്ള, ഈവൻ ഇന്ത്യൻ മാർക്കറ്റിലെ പ്രൈസിന്റെ ഇരട്ടി പ്രൈസ് കൊടുത്ത് എബ്രോഡുള്ള 40ഓളം കൺട്രിയിലുള്ള ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഡീല് ചെയ്യുന്ന ഒരു കമ്പനി. വെരി വെരി എക്സൈറ്റിംഗ്, നോ? വെരി വെരി എക്സൈറ്റിംഗ്. അത് മാത്രമല്ല, ഇന്ന് നോക്കുകയാണെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ 1800 പേര് പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് അറിയാത്ത ഒത്തിരി പേര് ഇപ്പോഴും ഇതിനെ ഇങ്ങനെ പുറത്തു നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗാ, അപ്പടിയാ? മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യാൻ നിയമപരമായി അനുവാദമുള്ളത് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്കാണ്. ഇന്ന് നിങ്ങൾ കണ്ടു കാണും, കഴിഞ്ഞിടക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ട്രിവാൻഡ്രത്ത് വന്ന് 10,000 പേരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു, ഇതിന് ഒരു ഇതിനൊരു നിയമമുണ്ട്, അതിനൊരു മോണിറ്ററിംഗ് മെക്കാനിസം ഉണ്ട്, അതിൽ എല്ലാ കമ്പനികളും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണോ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ ആളുകൾക്ക് അറിയാൻ പറ്റും. ബട്ട് എനിക്ക് അഭിമാനത്തോട് കൂടിയിട്ട് പറയാം, ഭയങ്കര പെരുമയാ சொல்ல முடியும், ഇൻഡസ്വാ കമ്പനി അங்கே இருக்கு. റീസൺ, കേരള ഹൈക്കോർട്ട് ഓൾറെഡി ഇത് ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് അംഗീകരിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. ആണ് മാർക്കറ്റിലെ മെജോറിറ്റി ആളുകൾ ഇപ്പോഴും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഭയത്തോട് കൂടിയിട്ട് കാണുന്ന ആളുകളുണ്ടാവും. ഇത്ര ആളുകളെല്ലാം ഫ്ലൈ ചെയ്യുമ്പോഴും അവർക്ക് ഇതിലൊരു ടെൻഷൻ ഉണ്ടാവും. ബട്ട് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിനെ ഒരു ഭയത്തോടു കൂടിയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ആവശ്യമില്ല. അതിന് ശരിക്കും നമുക്ക് വേണ്ടത് എന്താണ്? ജാഗ്രത ഉണ്ടായാൽ മതി. ജാഗ്രത, പേടിക്കേണ്ട ആവശ്യമില്ല. പേടിച്ചും ഭയന്നും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യേണ്ട ഒരു കാലമെല്ലാം കഴിഞ്ഞു. ഇതിനൊരു ജാഗ്രത ഉണ്ടായാൽ മതി. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ഇருக்கு. ഗ്യാസ് സിലിണ്ടർ വെരി ഡേഞ്ചറസ്. അത് നമ്മ വീട്ടുക്കുള്ളിൽ വെച്ച് മക്കൾ സமைச்சிட்டு இருக்கு. അതിനെ പേടിക്കേണ്ട ആവശ്യമല്ല വേണ്ടത്. അതിലൊരു ജാഗ്രത ഉണ്ടായാൽ മതി, ഒരു കരുതൽ ഉണ്ടായാൽ മതി. ഇവിടെ പല ആളുകൾക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ ഭയപ്പെടാനുള്ള കാരണം കമ്പനിയുടെ പ്രൊഫൈല് നോക്കാതെ, നല്ല പ്രൊഡക്റ്റ് നോക്കാതെ, ഇത് ആരുണ്ടാക്കുന്നു എന്ന് നോക്കാതെ, ഇമ്മീഡിയറ്റ്ലി മക്കൾ വന്നൊരു ഓപ്പർച്യൂണിറ്റി கிடைக்கும்போது ചാടി ഇറങ്ങും. എത്രയോ കമ്പനികൾ എനിക്ക് തരും, ഓ അവളോ പ്രൈസ് ഇല്ലേ, പ്രൈസ് കമ്മിയാ തരാന്ന് சொல்லிட்டு ജോയിൻ பண்ணு. 2 വർഷം കംപ്ലീറ്റ് ആകുന്നതിന് മുന്നാടി പ്രൈസ് ഏറും. 2 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഏറും. ബട്ട് ഐ ക്യാൻ പ്രൗഡ്ലി സേ, മൈ ഡിയർ ഫ്രണ്ട്സ്, പ്രൗഡ്ലി സേ, കഴിഞ്ഞ 11 വർഷം കംപ്ലീറ്റ് ചെയ്തു 12ാമത്തെ വർഷത്തിൽ തുടങ്ങിയ അന്നത്തെ സെയിം പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് നമ്മുടെ കമ്പനി ഇൻഡസ്വിവ. 2014 എന്താണോ പ്രൈസ് അത് തന്നെയാണ് 2025. വെരി വെരി പ്രൗഡ്. 2014 100 PV 10,000 rupees എന്താണോ മാച്ചിങ് കൊടുത്തിരുന്നത്, സെയിം പെയർ മാച്ചിങ്, നോ ചേഞ്ചസ്. 2014 സീലിംഗ് എമൗണ്ട് എത്രയായിരുന്നു? അതിൽ ഒരു 100 രൂപ പോലും കട്ടിങ്ങോ ട്രിമ്മിങ്ങോ ഒന്നുമേ ഇല്ലാതെ അതേ എമൗണ്ട് കൊടുക്കുന്ന ഒരു വൺ ആൻഡ് ഓൺലി കമ്പനി. സോ ആഡ് ഓൺ നിറയെ വന്നിട്ടുണ്ട്. പുതിയ ഇൻകം വന്നു, പുതിയ ബെനഫിറ്റ് വന്നു, പുതിയ ഇൻകങ്ങൾ ആഡ് ചെയ്തു. പക്ഷെ തുടങ്ങിയതൊന്നും കട്ട് ചെയ്യാതെ കഴിഞ്ഞ 12 വർഷമായിട്ട് കൊണ്ടുപോകുന്നു. ഇറ്റ്സ് എ റിയലി റിയലി ഇൻട്രസ്റ്റിംഗ്, മൈ ഡിയർ ഫ്രണ്ട്സ്. ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കേ അറിയാം. ഇങ്ങനെ പറഞ്ഞതല്ല അതേപോലെ 12 വർഷം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഈസി. അപ്പൊ മൈ സജഷൻ, എനിക്ക് ആളുകളോട് പറയാനുള്ളത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യം, ആ കാലമെല്ലാം കഴിഞ്ഞു.
കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. പോർട്ടലിലും വെബ്സൈറ്റിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇനിയും നമ്മുടെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പഴയ കാലഘട്ടങ്ങളിലെ അടുപ്പില് നമ്മൾ വിറക് വെച്ച് തീ പുകഞ്ഞ് നമ്മൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടങ്ങളിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? മേ ബി പോകാൻ പറ്റുമായിരിക്കും. പക്ഷെ അവിടെ എന്ത് സംഭവിക്കും? നിങ്ങളുടെ പാർട്ട്ണർക്ക്, നിങ്ങളുടെ വൈഫിന്, നിങ്ങളുടെ അമ്മയ്ക്ക് ആ കിച്ചണിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അവരുടെ ജീവിതം കഷ്ടമായിരിക്കും. ദ ക്വാളിറ്റി ഓഫ് ലൈഫ് അവർക്ക് മിസ്സിംഗ് ഉണ്ടാവും. ക്വാളിറ്റി ലൈഫ് മെച്ചപ്പെടണം എന്നുണ്ടെങ്കിൽ അത് ഗ്യാസ് സിലിണ്ടറിൽ തന്നെ വെക്കണം. പക്ഷെ അവിടെ ഒരു കരുതൽ വേണം, ഒരു ജാഗ്രത വേണം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് നിങ്ങൾ കയറുമ്പോഴും ഒരു കരുതലും വേണം, ഒരു ജാഗ്രതയും വേണം. ഏതെങ്കിലും ഒരാളുടെ കൂടെ പോയി ജോയിൻ ചെയ്യുകയോ ആരെങ്കിലും ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന്റെ മുകളിൽ 2 പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്ന് ഇത് നല്ല പ്രോഡക്റ്റ് ആണെന്ന് പറയുകയോ കോമ്പൻസേഷൻ പ്ലാൻ ആളുകളെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കിട്ടുമെന്ന് പറയുന്നതിലേക്കൊക്കെ ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേഞ്ചറാണ്. ബട്ട് ഐ ക്യാൻ പ്രൗഡ്ലി സേ 2014 ദിസ് ഇസ് മൈ 12th ഇയർ കമ്പനി റണ്ണിംഗ് ആണ്. 1800 പേരെ എബ്രോഡിലേക്ക് കൊണ്ടുപോകുന്നു. സെയിം കോമ്പൻസേഷൻ പ്ലാൻ, സെയിം പ്രൈസ്, നോ ചേഞ്ചസ്. അപ്പൊ അങ്ങനത്തെ ജെന്യൂൻ ആയിട്ടുള്ള നല്ല കമ്പനികൾ ഇവിടെ ഉണ്ട്. പക്ഷെ ആളുകൾക്ക് എല്ലാവർക്കും, എനിക്ക് മനസ്സിലായത്, ആളുകൾ എല്ലാവരും, നോട്ട് എല്ലാവരും, അതായത് ചില ആളുകളെല്ലാം ഈസി മണിക്ക് വേണ്ടിയിട്ട് ഓടും. ഈസി മണി കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഇതിനെക്കാട്ടിലും വലിയ പൈസ കിട്ടുന്നതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്റെ കഴിഞ്ഞ 12 വർഷമാ നിറയെ മക്കളെ പാത്തിருக்கு. എന്നോട് ഒരു ഫ്രണ്ട് നല്ല സമ്പാദിച്ച് അവർക്ക് നല്ല ക്രോർസ് ഏൺ പണിയാച്ച് വീക്കിലി ഇതിന്റെ സീലിംഗ് എമൗണ്ട് ആയിട്ടുള്ള 2,50,000 എല്ലാം വാരം വാങ്ങിയ ഒരാള് ഒരു ദിവസം എന്നോട് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റാണ്, സുജി ഐ എം നോട്ട് എ 10 lakhs rupees പ്രോഡക്റ്റ്. അത് ഞാൻ 10 ലക്ഷത്തിന്റെ ആളല്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം പോവാണ് ഒരു ഫ്രസ്ട്രേഷന്റെ പുറത്ത്. ബട്ട് നൗ 3 years is completed. ലാസ്റ്റ് മന്ത് ഞാൻ മീറ്റ് ചെയ്തു ആളെ. ലാസ്റ്റ് മന്ത് ഞാൻ ഡൽഹി പോയ സമയത്ത് ഞാൻ ഒരാളെ മീറ്റ് ചെയ്തു. അദ്ദേഹം ഇന്ന് കമ്പനികൾ ചേഞ്ച് ചെയ്യുന്നു എന്നല്ലാതെ, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഇവരൊക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനികൾ മാറുന്നു എന്നല്ലാതെ പഴയ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല. ബിക്കോസ് ആളുകൾ ഒരു ഫ്രസ്ട്രേഷന്റെ പുറത്ത് ഈസി മണി നോക്കുകയാണ്. ഈസി മണി ഈ ലോകത്തില്ല മൈ ഡിയർ ഫ്രണ്ട്സ്. എനിക്ക് ഭയങ്കരമായ കോൺഫിഡന്റ് நான் உங்ககிட்ட சொல்ல முடியும். நல்லா കേട്ടുക്കോங்க. എന്നെ പാക്കറ മക്കൾ എല്ലാവരും, അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം. ഒരു കാര്യം പറയാം. നോ ഇൻവെസ്റ്റ്മെന്റ് മണി, അല്ലെങ്കിൽ മണി ചെയിൻ, ഇൻവെസ്റ്റ്മെന്റ്, ക്രിപ്റ്റോ മണി, ഇതൊക്കെ വെച്ച് അതിന്റെ മുകളിലായിരിക്കും ഇൻഡസ്വ കമ്പനിയുടെ 3 ലെഗ് ബിൽഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. അതായത് നോർമലി വി ആർ ബിൽഡിംഗ് എ ആൻഡ് ബി. വി ആർ ദ ഓൺലി ബൈനറി കമ്പനി ഇൻ ഇന്ത്യ. വി ആർ ഗോയിങ് ടു കംപ്ലീറ്റ് 600 വീക്ക്, അനദർ 10 വീക്സ്. അടുത്ത 10 ആഴ്ച കൊണ്ട് ഇന്ത്യയിലെ ഒരേ ഒരു ബൈനറി കമ്പനി നമ്മൾ 600 ആഴ്ച കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. 600 വീക്സ്. അവിടെ ഞാൻ നിങ്ങളോട് പറയുന്ന പോയിന്റ് ആണ്, നോ ക്രിപ്റ്റോ മണി, നോ ഇൻവെസ്റ്റ്മെന്റ്, നോ മണി ചെയിൻ ക്യാൻ മാച്ച് വിത്ത് ഇൻഡസ്വ third leg ceiling amount. Everybody know the weekly amount is 5 lakh rupees into 4 weeks, 20 lakhs rupees in a single leg. People are building multiple legs. Nobody can match. No company can match. പക്ഷെ മൂന്ന് ലെഗ് എടുത്ത് ബിൽഡ് ചെയ്യാനുള്ള മസിൽ വേണം, ദാറ്റ്സ് ഓൾ. പക്ഷെ അത് എവിടെ പോയാലും ഉണ്ടാവും. എത്രയോ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈസി മണി കിട്ടാൻ വേണ്ടിയിട്ട് അവര് മണി ചെയിനിലേക്കും ഇൻവെസ്റ്റ്മെന്റ് കോൺസെപ്റ്റിലേക്കൊക്കെ പോയി അവരുടെ ഒരു ഫ്ലാഷി ലൈഫ് സ്റ്റൈലും ഓളങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് കാണുമ്പോൾ ആദ്യം മനസ്സിൽ വിചാരിക്കും, നിങ്ങൾ ഡെഫിനറ്റ്ലി ക്രാഷ് ലാൻഡിംഗ് ഉള്ള ഒരു ഫ്ലൈറ്റിന്റെ ബിസിനസ് ക്ലാസ്സിൽ ഇരുന്നിട്ടും എന്താ കാര്യം? ലാൻഡിംഗ് ക്രാഷ് ലാൻഡിംഗ് തന്നെയല്ലേ? ശരിയല്ലേ? நான் சொல்றது புரியுது உங்களுக்கு? அதாவது நிறைய மக்கள் வந்து இன்வெஸ்ட்மெண்ட் கான்செப்டிலும் இல்லைன்னா மணி செயிலும் கிரிப்டோ மணி எல்லாம் ஃபிளாஷி லைஃப் ஸ்டைல் எல்லாம் காமிச்சு அவரு வேற லெவல்ல உட்காருது. என்னன்னா சுஜி நீங்க எல்லாம் வந்து 12 வருஷமா ஒர்க் பண்ணிட்டு இருக்கு இந்த மாதிரி, இங்க எல்லாம் ஹியூஜ் மணி அப்படி சொல்லும். பட் மை பாயிண்ட் இஸ், கிராஷ் லேண்டிங் கேரண்டி இருக்கிற ஒரு ஃபிளைட்ல நீங்க ஏறி பிசினஸ் கிளாஸுக்குள்ள நீங்க நல்லா படுத்தாலும் ലാൻഡിംഗ് ക്രാഷ് ലാൻഡിംഗ് താനേ. அப்படி இருந்துட்டு என்ன பிரயோஜனம்? அதுக்கு பதிலா ஜஸ்ட் இமேஜின் 11 years completed, 12th year,
വി ആർ ഓൾസോ ഗോയിങ് ടു ഫ്ലൈ വിത്ത് 1800 പീപ്പിൾ. അവരുടെ സന്തോഷം, എല്ലാവരും ഫാമിലിയാ വരുത്, എത്രയോ പേര് ഫാമിലിയാ വരുത്. അവരുടെ എല്ലാം സന്തോഷം, അവരെല്ലാം நல்லா சம்பாதிச்சுட்டே இருக்கு, அவருக்கெல்லாம் ஃபியூச்சர் இருக்கு. ஏன்னா கம்பெனி வந்து 600 வீக் வர போறது நெக்ஸ்ட் 10 வீக்ஸ். அதுக்கப்புறம் தான் the real business is growing because market வந்து complete empty. Everybody is searching additional income. ഇതിന്റെ പെർസെപ്ഷൻ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് ഒരു പെർസെപ്ഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ ഇൻവെസ്റ്റ്മെന്റും ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഏത് ചൂസ് ചെയ്യണം. ഇപ്പോ ഗവൺമെന്റ് തലത്തിൽ നിന്നും ഇതിനൊരു ഇനിഷ്യേറ്റീവ് വന്നതുകൊണ്ട് ആളുകൾക്ക് കോൺഫിഡൻസ് ആയി, ആളുകൾ ഇതിലേക്ക് ഏറി വരുന്നു. ഇതിന്റെ ശരിയാണ് വസന്തകാലം വരപ്പോறது ഇനിമേലതാ. അതായത് ഐ ട്രൂലി ബിലീവ് ആഫ്റ്റർ 10 വീക്സ് വി ആർ ഗോയിങ് ടു കംപ്ലീറ്റ് എ 600 വീക്ക് എ ബൈനറി കമ്പനി. സ്റ്റിൽ വെള്ളിയാഴ്ച കട്ട് ഓഫ്, ബുധനാഴ്ച പേയ്മെന്റ് കൊടുക്കുന്ന ഇത്രയും ഈസി പ്രോസസിംഗ് ഉള്ള ഇന്ത്യയിലെ ഒരേ ഒരു കമ്പനി. ആളുകൾ അത് മനസ്സിലാക്കുന്നു. ഒത്തിരി പേര് ഈ ബിസിനസ്സിലേക്ക് കയറി ഈ ഒരു മേഖല അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും. കാരണം ലോകത്തുള്ള എല്ലാ എബ്രോഡുള്ള മനുഷ്യന്മാരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ജോലി നഷ്ടപ്പെടുന്നു, ടാക്സ് അധികമാവുന്നു, അവർക്കൊരു ഓപ്പർച്യൂണിറ്റി അഡീഷണൽ വേണം. ഇവിടെയുള്ള ആളുകൾക്കും ലൈഫ് സ്റ്റൈൽ വരണം. കാരണം ഇപ്പോ നെക്സ്റ്റ് മന്ത് സ്കൂൾ തുറക്കാൻ പോകുന്ന സമയങ്ങളിൽ എത്രയോ മനുഷ്യന്മാര്, ഒരു പാരന്റ്സ് അഡീഷണൽ ഇൻകം ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. സോ ഇവർക്കെല്ലാം അഡീഷണൽ ഇൻകം വേണം. ഇനി ഇതൊരു പ്രൊഫഷൻ ആയിട്ട് എടുക്കുന്ന ഞങ്ങളെ പോലത്തെ, എന്നെ പോലത്തെ, അല്ലെങ്കിൽ എത്രയോ പേര് ഇത് കാണുന്ന നമ്മുടെ കമ്പനിയിലും അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫീൽഡിൽ പ്രൊഫഷനായി എടുത്തിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. They are earning huge money. They have a wonderful lifestyle. Everything. അവരെല്ലാം ഇതിനോട് ഓരോ ദിവസം കഴിയുന്നു, ഓരോ ദിവസം ഇതിനോട് പാഷനേറ്റ് ആയിട്ട് വരുന്നു. ഈ ഈസി മണി എല്ലാം ആളുകൾ മടുത്ത് അവര് ജെന്യൂനായി ഒരു ബിസിനസ്സിലേക്ക് വന്ന് ഒരു 3 years ടൈം എഫേർട്ട് എല്ലാം കൊടുത്ത് നല്ല ഒരു വണ്ടർഫുൾ മൊമെന്റ്സ് ഉണ്ടാക്കി നല്ലൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് ലൈഫ് ടൈം. நான் எப்போ மக்கள்கிட்ட சொல்ற மாதிரி மூச்சு போகிற லாஸ்ட் வெனஸ்டேலும் சீலிங் அமௌண்ட் கிடைக்கிற ஒரு நிமிஷம். பிகாஸ் எண்ட் ஆஃப் த டே லைஃப்ல என்ன இருக்கும் மை டியர் ஃப்ரெண்ட்ஸ்? எண்ட் ஆஃப் த டே என்ன இருக்கும்? நீங்க லைஃப்ல ഏറ്റവും നല്ല മൊമെന്റ്സ് ഒരു 100 നിമിഷങ്ങൾ ഉങ്ങളുടെ ബ്രെയിനിലെ വരും എൻഡ് ഓഫ് ദ ഡേ. സോ അതിൽ ഡെഫിനറ്റ്ലി ഒരു മൊമെന്റ് ആയിരിക്കും இந்த வாட்டி தாய்லாந்துல 1800 பேரு நம்ம எல்லாரும் சேர்ந்து அங்கே கொண்டாடுற செலிப்ரேஷன். டெஃபினெட்லி நீங்க ஆல் இந்தியா பீப்புள் ஆர் கமிங் டு த ப்ரோக்ராம். எனக்கு சொல்ல வேண்டிய ஒரே ஒரு பாயிண்ட் என்னன்னா, நீங்க அங்க இந்த 4 நாளோ 5 நாளோ எத்தனை நாள் நீங்க இருக்கிறது எனக்கு தெரியும். சம் பீப்புள் 10 days, some people 8 days, some people 4 days, 5 days. So உங்களோட anyway டவுன் ஹால் இஸ் 29th. நிறைய ஃபேமிலிஸ் எல்லாம் டிஃப்ரெண்ட் ஐடியாஸ் பிளான் பண்ணிருக்கு. അവിടെ വരുம்போது ഈ 4-5 ദിവസങ്ങളിൽ എവിടെ വെച്ചെങ്കിലും എന്നെ നിങ്ങൾ കണ്ടാൽ ഒരു ഫോട്ടോ എടുക്കണം. ആ മെമ്മറി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം സോഷ്യൽ മീഡിയയിൽ. എനിക്കും നിങ്ങൾ അത് ടാഗ് ചെയ്യണം. എന്റെ ഇൻസ്റ്റഗ്രാം സുജിത് ഖാൻ ഇൻസ്റ്റഗ്രാം ഓർ സുജിത് ഖാൻ ഒഫീഷ്യൽ ഓർ എന്റെ എനി സോഷ്യൽ മീഡിയാസ് നിങ്ങൾ എനിക്കും ടാഗ് ചെയ്യണം. நான் சொல்றது புரியுதா உங்களுக்கு? அந்த மெமரி எல்லாம் another 5 years தாண்டி வரும்போது அது பார்க்கும்போது நல்லா இருக்கும். So wherever you are, people are coming in Chandigarh or Punjab, Assam, Meghalaya, and Northeast, and the entire part, the Seven Sisters area in East India. I don't know when you are landed in Thailand. When you are landed, definitely we will meet in 29th in Town Hall Auditorium. In between, we are staying in the same hotel. The hotel also 1800 people are staying in the hotel. So you take one picture with me and upload my social media, tag me and collaborate my Instagram, anything, because that moment is really motivating, my dear friends. So my point is, again I am telling you, count your blessings. இந்த வாட்டி போன மக்கள் எல்லாரும் நீங்க வந்து அதை செலிப்ரேட் பண்ணணும். நீங்க அது இந்த சண்டே வந்து all people across India, I think Born Voyage program is happening 25th Sunday. So my best wishes. See you in Bangkok 29th Town Hall program. இந்த வாட்டி വരാത്ത ആളുകൾ, ഇത്തവണ ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യാത്ത ആളുകൾ, get ready.
നെക്സ്റ്റ് ഈവന്റ് വരാൻ പോകുന്നത്, ഈ വർഷത്തിൽ വരുന്ന നെക്സ്റ്റ് ഈവന്റിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് പ്ലാൻ ചെയ്യണം, നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. ബിക്കോസ് ദിസ് മെമ്മറി, ഇത് മാത്രമായിരിക്കും നമ്മൾ എന്നും ക്യാരി ചെയ്യുന്നത്. ഈ മെമ്മറി ആയിരിക്കും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത്. ഒരു സ്റ്റേജിൽ നിങ്ങളെ എല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാവുന്നത് ഒൺലി മെമ്മറീസ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 2014 എന്റെ വില്ലേജ്, എന്റെ നാട്ടിൽ നിന്ന് ഞാൻ തുടങ്ങുമ്പോൾ മൈ എക്സ്പെക്ടേഷൻ ഈസ് ലൈക്ക് ദിസ്. ചെറിയ ഒരു നേട്ടങ്ങൾ, ഒരു ഓഫ് കോഴ്സ് ഒരു മലയാളി ആഗ്രഹിക്കുന്ന പോലെ ഒരു വീട്, ഒരു കാറ്, അങ്ങനെയൊക്കെയാണ് നമുക്ക് എന്താവും, പോകെ നമുക്ക് ഇതിനോടൊരു ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ കയറും. നിങ്ങൾക്ക് നിങ്ങളെക്കാട്ടിലും ക്രേസ് ഉള്ള ഡ്രീമേഴ്സ് വരും, നല്ല ഗുഡ് പാർട്ട്നേഴ്സ് വരും, വണ്ടർഫുൾ പീപ്പിൾ വരും. അതിനുശേഷം നിങ്ങളുടെ ലൈഫും എല്ലാം നിങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും വലിയ രീതിയിലേക്ക് പോകും. പക്ഷെ ഓൺലി വൺ പോയിന്റ്, യു ഹാവ് ടു ബിൽഡ് എ വണ്ടർഫുൾ ടീം. യു ഹാവ് ടു ബിൽഡ് എ വണ്ടർഫുൾ ടീം. അങ്ങനെയാണെങ്കിൽ വിവയിൽ പറഞ്ഞിരിക്കുന്ന 12 ഇന്റർനാഷണൽ ട്രിപ്പും ഓരോ റാങ്കിലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ சான்ஸ் இருக்கிற எல்லா ட்ரிப்பும் உங்களுக்கு 1 by 1 அச்சீவ் பண்ணி உங்களோட சீல் எல்லாம் கம்ப்ளீட் பண்ணி உங்களோட ஃபேமிலியா இந்த உலகம் மொத்தமா சுத்துறதுக்கு ஒரு சான்ஸ் இருக்கு. ஒன்லி ஒன் பாயிண்ட், சிச்சுவேஷன் மோசமான டைமிலும் உங்களோட மென்டல் ஸ்டேட் பர்ஃபெக்டா இருக்கணும். பீப்புள் தெரியும் இல்லையா, லைஃப்னு சொல்றது எப்பவுமே ஒரே மாதிரி இருக்காது. லைஃப்ல எப்பவுமே சேஞ்சஸ் வரும். பிகாஸ் நீங்க டீல் பண்றதெல்லாம் பீப்புள், மக்களை டீல் பண்ணும்போது கஷ்டம் இருக்கும். The most difficult profession in this planet, people management. ഓരോ ആളുകൾക്കും ഓരോ ഐഡിയകൾ ചൊല്ലുമ്പോൾ உங்களுக்கு കഷ്ടം இருக்கும். ഈ കഷ്ടത്തിലെ മക്കൾ ഫ്രസ്ട്രേഷനിലെ ഈ ബിസിനസ്സിലെ പോകും. ലാസ്റ്റ് 11 years ഞാൻ பார்த்திருக்க പീപ്പിളെ, അവർക്കൊരു ഫ്രസ്ട്രേഷൻ വരുമ്പോൾ, ബിസിനസ്സിലെ ഫ്രസ്ട്രേഷൻ വരും, കഷ്ടം വരും, ഫിനാൻഷ്യൽ പ്രോബ്ലം വരും. ഇതെല്ലാം വരുമ്പോൾ വിട്ടിട്ട് പോറതല്ല ബിസിനസ്. യു ഹാവ് എ ഫ്രസ്ട്രേഷൻ, ടേക്ക് എ ബ്രേക്ക് and go with your family. ஒரு outing இல்லனா உங்களோட ஃப்ரெண்ட்ஸ் கூட ഒന്ന് travel பண்ணுங்க, have fun and come back, do the business, right? Never ever quit. ஆனா மெஜாரிட்டி மக்கள் நான் என்ன பார்த்திருக்கு, ஃப்ரஸ்ட்ரேஷன் வரும்போது இவரு நான் நினைச்ச டைம்ல எனக்கு ரேங்க் ஜம்ப் பண்ண முடியல, இல்லனா வேற ஏதாவது ப்ராப்ளம் இருக்கு, இதெல்லாம் கேட்கும்போது இவரு ஃப்ரஸ்ட்ரேட்டட் ஆகும்போது குவிட் பண்ணும் business. Never ever quit the business. Last 11 years in my life, my business, so many challenges, but I will take a break. I take a break always. And mentally ഞാൻ down ആകുമ്പോൾ I take a break. ഫാമിലി ഇருக்கு, അവർ കൂടെ ഒരു ട്രാവലിംഗ് പോവും, ഒരു 1 day trip, ജസ്റ്റ് chill ആവും, കം ബാക്ക് ആൻഡ് എന്റെ മെന്ററെ ഞാൻ കാണും, സംസാരിക്കും. Again next level of build, next level of gain. അടുത്ത ഒരു ലെഗും കൂടി ബിൽഡ് ചെയ്തിട്ട് ഈ മാർക്കറ്റിലേക്ക്, അങ്ങനെയാണ് അതിനെടുക്കേണ്ടത്. ബട്ട് ഞാൻ കണ്ട ആളുകൾ, മെജോറിറ്റി ആളുകൾ ഒരു ഫ്രസ്ട്രേഷൻ വരുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ ക്വിറ്റ് ദ ബിസിനസ്. വാട്ട് ഇസ് എ പോയിന്റ് മാൻ? ബിസിനസ്സിൽ നിന്നും ലൈഫിൽ നിന്നും ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? എന്നാണോ നിങ്ങൾ നിങ്ങളുടെ യാത്ര സ്റ്റോപ്പ് ചെയ്യുന്നു, അന്ന് മാത്രമേ പരാജയമുള്ളൂ. യാത്ര നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പരാജയം എന്ന് പറയുന്നത് ഒരിക്കലും വരില്ല. കാരണം നിങ്ങൾ യാത്രയിലുണ്ട്. ലാസ്റ്റ് 5 years എന്നെ വിട്ടുപോയ എത്രയോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്റെ കൂട്ടത്തിലുണ്ട്. ബട്ട് സ്റ്റിൽ ഐ എം ടെല്ലിംഗ് യു, വി ആർ ഫ്ലൈയിങ് വിത്ത് 1800 people. വി ആർ ഗോയിങ് ടു കണ്ടക്ട് സച്ച് എ ഫാന്റാസ്റ്റിക് ഈവന്റ് ഇൻ തായ്ലൻഡ്. ഒരു നോർമൽ ഈവന്റ് നമ്മുടെ നാട്ടിൽ നടത്താൻ എത്ര കാശുണ്ടാവുന്നില്ല ചിന്തിച്ചു നോക്കൂ. 1800 പേരെ വെച്ച് അത്രയും വലിയൊരു ഓഡിറ്റോറിയത്തിൽ അത്രയും വലിയ സിസ്റ്റം വെച്ച് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ സെയിം സ്റ്റൈൽ ആൻഡ് സ്റ്റാൻഡേർഡ് വി ആർ കണ്ടക്ടിങ്. So that's why I'm telling you, when you are down, take a break and go with your friends or family and come back and build a business. Never ever quit. എന്നാലേ ക്വിറ്റ് ചെയ്യാതെ നിങ്ങൾ പോയാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരുന്ന ടൂറുകളും ഇനി വരുന്ന വിദേശ രാജ്യങ്ങളും വലിയ വലിയ അച്ചീവ്മെന്റുകളും എല്ലാം നേടിയെടുക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഓൾറെഡി ഇൻഡസ് വൈസ് പ്രൂവൺ. ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ഒരു ലംബോർഗിനി കാർ ഡ്രൈവ് ചെയ്യുന്ന ഒരേ ഒരു കമ്പനി എന്ന് പറയുന്നത് ഇൻഡസ്വ കമ്പനിയാണ്. ഇൻഡസ് വൈസ് പ്രൂവൺ. ഈവൻ 1800 പീപ്പിളെ ഇപ്പോഴും വിദേശ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് കമ്പനീസ് പ്രൂവൺ. 11 വർഷമായിട്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ഇന്ന് ആളുകളുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ് ഐ പൾസ് ആൻഡ് ഐ കോഫി.
സാധാരണക്കാരന് എന്തും ഈ ബിസിനസ്സിൽ സാധിക്കും എന്നുള്ളത് ഈ കോമ്പൻസേഷൻ പ്ലാൻ പ്രൂവ് ചെയ്തു. ഇനി ഇവിടെ പ്രൂവ് ചെയ്യാൻ ഒരൊറ്റ കാര്യമുള്ളൂ. ഇൻവെസ്റ്റ്മെന്റിനും മണി ചെയിനുകാർക്കും ക്രിപ്റ്റോ മണിക്കാർക്കും മുകളിൽ വരുമാനം ഉണ്ടാക്കാൻ ഈ കമ്പനിക്ക് പ്രൂവ് ചെയ്യും എന്നുള്ളത് ചെയ്താൽ അത് ഓൾറെഡി ഇവിടെ 1 CR in a month ഒരാൾ പ്രൂവ് ചെയ്തതാണ്. Now the top leaders are building multiple legs, multiple team, third leg and fourth leg and fifth leg. So many people are building. They are going to prove another 3 to 5 years by 2030. ഇൻഡസ്വ അനൗൺസ് ചെയ്തിരിക്കുന്ന 1000 ഡയമണ്ട്സിൽ അവിടെ കയറിയിരിക്കുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള പീപ്പിളെ നിങ്ങൾക്കറിയാം. ദേ ആർ ഗോയിങ് ടു പ്രൂവ് ദ ഹ്യൂജ് മണി ഈസ് പോസിബിൾ ഇൻ ദിസ് ബിസിനസ്. സോ ദിസ് ഇസ് ദ റൈറ്റ് ടൈം മൈ ഡിയർ ഫ്രണ്ട്സ്. ദിസ് ഇസ് ദ റൈറ്റ് ടൈം. കാരണം 600 വീക്ക് അടിക്കാൻ ഇനി 10 ആഴ്ചയും കൂടി ബാക്കിയുണ്ട്. 600ാമത്തെ ആഴ്ച വീണ്ടും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. ഇന്ത്യയിലെ ഒരേ ഒരു ബൈനറി കമ്പനി ഇത്രയധികം പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂട്ടാതെ, സീലിംഗ് എമൗണ്ട് മാറ്റാതെ, കട്ടിങ്ങും ട്രിമ്മിങ്ങും ഒന്നുമില്ലാതെ 2014 നിന്നും തുടങ്ങി 600 വീക്ക് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ദിവസമാണ് അടുത്ത 10 ദിവസം കൊണ്ട് വരുന്നത്. സോ ഇനി വരുന്ന ഓരോ യാത്രകളിലും, எல்லா ட்ரிப்பிலும், எல்லா இடத்திலும் நீங்க எல்லோரும் இருக்கணும். சோ அதுக்கு ஒரு சரியான ஒரு ஆர்கனைசேஷனை நீங்க பில்ட் பண்ணணும். த சேம் டைம் உங்களோட மென்டல் ஸ்டேட் இஸ் வெரி வெரி இம்பார்ட்டன்ட். குவிட் பண்ண மக்களோட லைஃப்ல மாற்றங்கள் ஒண்ணுமே இல்லை. ஆனா ஸ்டே இன் த கோர்ஸ், ஸ்டே இன் த கோர்ஸ் ஆல்வேஸ். செக் யுவர் வை ஃபேக்டர். எதுக்கு நீங்க இந்த பிசினஸ் ஸ்டார்ட் பண்ணது? டே 1 ஸ்டார்ட் பண்ணும்போது உங்களோட மனசுக்குள்ள ஆசை இருந்தது இல்லையா? செக் யுவர் வை ஃபேக்டர். எதுக்காக வந்திருக்கு? 4 பேரோட பேச்சு கேட்கறதுக்கானோ, லைஃப்ல ட்ரீம்ஸ் எல்லாம் அச்சீவ் பண்றதுக்கானோ வந்தது? செக் யுவர் வை ஃபேக்டர். ஸ்டே இன் த கோர்ஸ். 600 வாரம் கம்ப்ளீட் பண்ண போற 600 வீக்ஸ். அதே மாதிரி நெக்ஸ்ட் 600 வீக்ஸ் கம்ப்ளீட் பண்ணும்போது உங்களோட லைஃபிலும் பெரிய மாற்றங்கள் வரட்டும். ഇനി വരുന്ന ഓരോ യാത്രകളിലും, എല്ലാ ഇന്റർനാഷണൽ ട്രിപ്പിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ ഈ ഒരു റെവല്യൂഷണറി ഓർഗനൈസേഷന്റെ ഭാഗമാകാൻ സാധിക്കട്ടെ. വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേറ്റ് ഓൾ ദ Thailand achievers, all the 2025 Town Hall achievers. This Sunday celebrate your Born Voyage program across India. நீங்க celebrate பண்ணுங்க. So see you on 29th in Thailand Town Hall 2025. മെസ്സേജുകൾ നിറയെ വന്നിരിക്കും. എനിക്ക് എല്ലാ മെസ്സേജ് അയച്ച ആളുകൾക്കും നന്ദി. താങ്ക് യു. ഷാർപ്പ് 6 o'clock വന്ന് ഇത്ര നേരവും ലൈവായി എന്നെ കണ്ട ആളുകളും കേട്ട ആളുകൾക്കും എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലസ്.